സവാള ഗിരി 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 ഗിരി. സവാള ഗിരി 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 ഗിരി. ഓണത്തിന് വീട്ടിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം പൊട്ടിമുളച്ചു. അതെന്താണെന്നറിയോ? ഫ്ലാറ്റിൽ പൂക്കൾ ഇടണം എന്നുള്ളത്. അങ്ങനെ ഓണക്കോടി എടുക്കാൻ പോയ ഞാൻ നേരെ പൂ വാങ്ങാൻ വേണ്ടി പോയി. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? വീട്ടിൽ പോകാനായിട്ട് ഇനി ആകെ ഒറ്റൊരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒറ്റൊരു ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മൾ ഈ പൂക്കൾ ഇടാൻ പോകുന്നത്. അങ്ങനെ പൂവൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ ആ പൂവൊക്കെ വെട്ടാൻ വേണ്ടി ഇരുന്നു. എന്റെ ഒരു പ്ലാനിങ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പൂക്കളൊക്കെ നേരാക്കി പൂക്കളൊക്കെ സെറ്റാക്കി അജീനെ വിളിച്ച് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു. ആ താഴെ കുറച്ച് ഓറഞ്ച് കളർ പൂ വെട്ടിയിട്ടേക്കണം കണ്ടില്ലേ? അത് വെട്ടിയിട്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്നെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് കൂട്ടിയെ കൂടൂല. അങ്ങനെ അജീനെ വിളിച്ചോണ്ട് വന്ന് നേരെ പൂക്കൾ ഇടാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ ചെറിയ പൂക്കളൊന്നും പറ്റില്ല, നല്ല വലിയ ഭംഗിയുള്ള പൂക്കളം തന്നെ വേണം, എന്നാലേ പറ്റൂ. അല്ല, ആർക്ക് പറ്റൂ? എനിക്ക് പറ്റൂ. പൂവൊക്കെ വാങ്ങി ബില്ലിടാൻ നിന്ന് കഴിഞ്ഞപ്പോ ആ ചേട്ടൻ വരെ ചോദിച്ചു ഓഫീസിൽ പൂക്കൾ ഇടാനാണോ. പൂവൊക്കെ അരിഞ്ഞൊരു വഴിക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ പൂക്കളത്തിനുള്ള ഡിസൈൻ നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഇരുന്നു. പൂ വെട്ടാൻ പോലും ഇത്ര നേരം വേണ്ടി വന്നില്ല. എനിക്ക് ഡിസൈൻ തപ്പാനായിരുന്നു കുറെ നേരം എടുത്തത്. മാർക്കറൊക്കെ ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞാൽ സ്റ്റെയിൻ ആവുമെന്ന് പറഞ്ഞ അവസാനം ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടായിരുന്നു വരയ്ക്കാൻ തുടങ്ങിയത്. ബൈ ദ വൈ എക്സ്പയർ കഴിഞ്ഞ ലിപ് ലൈനർ ആയിരുന്നു കേട്ടാ. രണ്ടുപേരും കൂടെ വളരെ പ്ലാൻ ചെയ്ത് വട്ടം വരച്ചതായിരുന്നു. നല്ല പെർഫെക്റ്റ് സർക്കിൾ തന്നെ കിട്ടി. ആ പെർഫെക്റ്റ് സർക്കിൾ കണ്ടതോടെ അജിയുടെ പഴയ മാത്തമാറ്റിക്കൽ സ്കില്ലൊക്കെ അങ്ങോട്ട് എടുക്കേണ്ടി വന്നു. പിന്നെ വരയ്ക്കലായി മായ്ക്കലായി അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പൂക്കളും ഒന്ന് വരച്ച് സെറ്റ് ആയത്. ആ ലിപ് ലൈനറും ചെറുതായിട്ടൊന്ന് പണി തന്നുട്ടാ. കുറച്ചിങ്ങനെ സ്റ്റെയിൻ വരുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ വേഗം അതൊക്കെ മായ്ച്ചു കളഞ്ഞ് പിന്നെ വൈറ്റ്നർ യൂസ് ചെയ്തിട്ടായിരുന്നു പൂക്കളം വരച്ചത്. പൂക്കളൊക്കെ അരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ചെറുതാവണ്ട വലുതായിക്കോട്ടെ എന്ന് പറഞ്ഞ നല്ല വലിയ പൂക്കളായിരുന്നു വരച്ചു തുടങ്ങിയത്. അവസാനം പൂ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ പൂ തികഞ്ഞില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറച്ച് പൂവൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടി. അങ്ങനെ പൂവൊക്കെ ഇട്ട് പൂക്കളം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഒരുങ്ങി കെട്ടി കുറച്ച് ഫോട്ടോ എടുക്കാൻ ഒരു മോഹം തോന്നി. അങ്ങനെ ഒരുങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഒരു സദ്യ കഴിക്കാൻ ഒരു മോഹം ഉണ്ടായി. സദ്യ ഒന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതൊന്നും ഉണ്ടാക്കാനുള്ള അത്രയും വലിയ കുക്കിംഗ് സ്കില്ലൊന്നും എനിക്ക് ആയിട്ടില്ല. അതിനാൽ 2 സദ്യ അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് സദ്യ കഴിക്കുമ്പോൾ ബോളി കൂട്ടി പായസം കഴിക്കാനാണോ പപ്പടം കൂട്ടി പായസം കഴിക്കാനാണോ ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ട്രിവാൻഡ്രംകാരൊക്കെ ആണെങ്കിൽ എന്തായാലും ബോളി തന്നെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഓണം വൈബ് നല്ലപോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, അത് വളരെ ശരിയാട്ടെ. ഇപ്രാവശ്യത്തെ ഓണം എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഓണമിഷ് ഫീൽ ആയിരുന്നു. ഓണം മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ലല്ലോ, ഇത് 3ാമത്തെ ഓണമാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം.